ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സീരീസിലെ ഒരു എപ്പിസോഡാണ്. സ്റ്റാർ ട്രെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ ഫ്രാഞ്ചൈസാണ്. അതായത് സ്റ്റാർ ട്രെക്കിൻ്റെ തന്നെ കുറേ സീരീസുകളുണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റാർ ട്രെക്ക് ഡീപ്പ് സ്പേസ് 9 എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിലെ 6ാമത്തെ സീസണിലെ 19ാമത്തെ എപ്പിസോഡ്, ഒരു പെർട്ടിക്കുലർ എപ്പിസോഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. സീരീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നോട്ട്സിൽ സ്ക്രീനിലുണ്ട്, കൊടുത്തേക്കാം. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ അറിഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരൊറ്റ എപ്പിസോഡല്ലേ പഠിക്കാനുള്ളൂ. ഞാൻ ഇതിൻ്റെ പെട്ടെന്ന് ഇതെങ്ങനെ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു തരാം. അതായത് സ്പേസിലാണ്. ഓക്കെ, അപ്പോൾ ഡീപ്പ് സ്പേസ് 9 എന്ന് പറയുന്നത് ഒരു സ്പേസ് സ്റ്റേഷനാണ്. ഇത് നടക്കുന്നത് 24ാം നൂറ്റാണ്ടിലാണ്, 24th സെഞ്ച്വറി, അതായത് ഫ്യൂച്ചറിൽ നടക്കുന്നതാണ്. ഓക്കെ, അതിൽ എർത്ത് എന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്നത് യുണൈറ്റഡ് ഫെഡറേഷൻ ഓഫ് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ മെമ്പറാണ്. ഓക്കെ, അപ്പം മെയിനായിട്ടുള്ള കഥ നടക്കുന്നതൊക്കെ നമ്മുടെ ഡീപ്പ് സ്പേസ് 9 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പേസ് സ്റ്റേഷനിലാണ്. ഈ സ്പേസ് സ്റ്റേഷൻ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേം ഹോളിൻ്റെ അടുത്താണുള്ളത്. വേം ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വേം ഹോൾ എന്നുള്ളതിന് നമുക്ക് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവൊന്നും നമുക്കറിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് കുറേ തിയറീസ് ഉണ്ട്. സോ ബേസിക്കലി വേം ഹോൾ എന്ന് പറഞ്ഞാൽ സ്പേസിൽ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഏറ്റവും കുറവ് ദൂരമാണ് വേം ഹോൾ എന്ന് പറഞ്ഞതാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഫിസിക്കലി നമുക്കത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാനാണെങ്കിൽ, നിങ്ങൾ ഒരു പേപ്പറിൽ 2 കുത്തിടുക, അത്യാവശ്യം ഡിസ്റ്റൻസിൽ 2 കുത്തിടുക. എന്നിട്ട് ആ പേപ്പർ മടക്കി കഴിഞ്ഞാൽ ആ കുത്തുകൾ താഴെ മുകളിലുമായിട്ട് വരില്ലേ? നമ്മൾ പേപ്പർ മടക്കി കഴിയുമ്പോൾ പേപ്പർ നടുവേ നമ്മളങ്ങനെ മടക്കിയെന്ന് വിചാരിച്ചു. ഒരു പേപ്പറിൻ്റെ മുകളിലും താഴെയും 2 കുത്തിട്ടിട്ട് ആ പേപ്പർ നടുവേ മടക്കി കഴിഞ്ഞാൽ ആ കുത്തുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ആ കുത്തുകൾ താഴെ മുകളിലുമായിട്ട് വരുമല്ലോ, ആ ദൂരമാണ് വേം ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിന് നമുക്ക് തെളിവൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വേം ഹോളിൻ്റെ അടുത്താണ് ഈ സ്പേസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഈ സ്പേസ് സ്റ്റേഷനിലുള്ളത് ആരാ? സ്റ്റാർ ഫ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോഴ്സാണ്. സ്റ്റാർ ഫ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റിസർച്ച്, ഡിഫെൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ടാസ്ക് ഫോഴ്സ് പോലെ, നമ്മുടെ ഈ അവഞ്ചേഴ്സിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു ഫോഴ്സാണ് സ്റ്റാർ ഫ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റാർ ഫ്ലീറ്റിൻ്റെ ഹെഡാണ് ബെഞ്ചമിൻ സിസ്കോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? ബെഞ്ചമിൻ സിസ്കോ തൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ലോഗ് എൻട്രി ചെയ്യാണ്. ലോഗ് എൻട്രി എന്ന് വെച്ചാൽ ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ ഡയറി എഴുതില്ലേ, അതേപോലെ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം അത് പറയുകയാണ് ചെയ്യുന്നത്. അത് കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. 24th സെഞ്ച്വറിയിൽ നടക്കുന്നതല്ല. അപ്പോൾ ടെക്നോളജിയൊക്കെ അത്ര അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം. ആ സിറ്റുവേഷനിലേക്ക് എങ്ങനെയാണ് പുള്ളി എത്തിയെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേം ഹോൾ എന്ന് പറയുന്നത് അവിടെ കുറേ റിസർച്ചും കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ആര് തമ്മിലാണ്? ഈ ഫെഡറേഷൻ, അതായത് നമ്മൾ പറഞ്ഞു എർത്ത് എന്ന് പറയുന്നത് യുണൈറ്റഡ് ഫെഡറേഷൻ ഓഫ് പ്ലാനറ്റ്സിൻ്റെ ഭാഗമാണ്. അവരുടെ ഭാഗമായിട്ടാണ് ഈ ഡീപ്പ് സ്പേസ് 9 എന്നുള്ള സ്പേസ് സ്റ്റേഷൻ അവിടെ ഉള്ളത്. അതിൽ സ്റ്റാർ ഫ്ലീറ്റ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. സോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ വാർ നടക്കുന്നുണ്ട്. ഈ വാർ നടക്കുന്നത് ഫെഡറേഷനും ഡൊമിനിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏലിയൻ റേസ്, അതായത് അന്യഗ്രഹ ജീവികളിലുള്ള ഒരു ടീം, അവരുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ, അവരിങ്ങനെ എല്ലാ സ്ഥലങ്ങളും എല്ലാ പ്ലാനറ്റ്സും ഒക്കെ കോൺകർ ചെയ്യാൻ, അറ്റാക്ക് ചെയ്ത് കീഴടക്കാനും ഒക്കെ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ബെഞ്ചമിൻ സിസ്കോ ഈ ലോകം എൻട്രിയുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, എല്ലാ വെള്ളിയാഴ്ചയും ഇദ്ദേഹം ഓരോ ലിസ്റ്റ് അവരുടെ ഓഫീസിൽ പബ്ലിഷ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അതൊരു കാഷ്വാലിറ്റി ലിസ്റ്റ് എന്ന് പറയാം. അതായത് യുദ്ധത്തിൽ കാണാതായവർ, കൊല്ലപ്പെട്ടവർ, അല്ലെങ്കിൽ ഈ ശത്രു കൊന്നവർ, എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ കൊന്നവർ. അപ്പോൾ അന്നത്തെ ദിവസം ഒരു ദിവസം ഇവർ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഈ അവരുടെ തന്നെ ഓഫീസിലുള്ള ഒരു ഓഫീസറാണ് ഡാക്സ് എന്ന് പറയുന്നത്. ഡാക്സിൻ്റെ ഫ്രണ്ട് ലെസ്ലി വോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവരുടെ ആളെ ഈ ഡൊമിനിയൻ്റെ ആൾക്കാർ കൊന്നിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഇത് റിപ്പീറ്റഡായിട്ട് ഇവർ ഇത്രയും ആളുകളെ കൊല്ലലും കാണാതെയാവും ഒക്കെ ചെയ്യുന്നത് ഇദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം അവർക്ക് അറിയുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഒരു തരത്തിൽ ഇവർക്ക് ഡൊമിനിയനെതിരെ യുദ്ധം ചെയ്യിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഈ സിസ്കോയും നമ്മൾ നേരത്തെ പറഞ്ഞ ഡാക്സ്, അതുപോലെ അവിടുത്തെ മെഡിക്കൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ ബഷീർ അവർ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാണ്. അതായത് നമുക്ക് യുദ്ധം ജയിക്കാൻ എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ ഈ ഡോക്ടർ ബഷീർ ഇവർക്കൊരു വഴി പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡൊമിനിയൻസിൻ്റെ പോലെ തന്നെ വേറൊരു അവിടെയുള്ള ഒരു എന്താ പറയുക ഏലിയൻ റേസാണ് റോമുലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബഷീർ പറയുന്നത് വെച്ചാൽ ഈ റോമുലൻസ് യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ, റോമുലൻസ് ഇപ്പോൾ യുദ്ധത്തിൽ ഇല്ല, അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൊമിനിയൻസിനെ തോൽപ്പിക്കാൻ സാധിക്കും. പക്ഷേ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡൊമിനിയൻസും റോമുലൻസും തമ്മിൽ ഒരു നോൺ വയലൻസ് പാക്റ്റ് നിലനിൽക്കുന്നുണ്ട്. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത്, യുദ്ധമില്ലാ കരാർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യില്ല എന്നൊരു പാക്റ്റ് അവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് കാരണമാണ് റോമുലൻസ് യുദ്ധത്തിൽ വരാത്തതും ഡൊമിനിയൻ്റെ ആൾക്കാരൊക്കെ സുഖമായിട്ട് റോമുലൻസിൻ്റെ ടെറിട്ടറി കൂടെ പാസ് ചെയ്യും. ഇവർ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഡാക്സിൻ്റെ ഫ്രണ്ടിനെ കൊന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഫ്രണ്ടിനെ കൊന്നത് ഡൊമിനിയൻസ് റോമുലൻസിൻ്റെ ടെറിട്ടറിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവരത് ചോദ്യം ചെയ്യുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഇവരിങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെ റോമുലൻസിനെ ഇതിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു വിദ്യ ആലോചിക്കുമ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ എവിഡൻസ് വേണം. ഡാക്സും സിസ്കോയും കൂടെ ആലോചിച്ചപ്പോൾ പറഞ്ഞു, അതായത് ഡൊമിനിയൻസ് റോമുലൻസിനെതിരെ യുദ്ധം ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ പ്രൂഫ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് റോമുലൻസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ യുദ്ധത്തിൽ പങ്കുചേരണം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ കിട്ടും എന്നുള്ളതാണ് ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു എവിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിസ്കോ സഹായം ചെന്ന് ചോദിക്കുന്നത് ഗാരക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പൈയുടെ അടുത്താണ്. അയാൾ ഭയങ്കര സ്കിൽഡായിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല അയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കർഡാഷ്യനാണ്. സോ കർഡാഷ്യൻ എന്നുള്ളത് ഇതേപോലെ തന്നെ ഒരു ഏലിയൻ റേസാണ്. പക്ഷെ അവർ എന്താ പറയുക, ഈ ഡൊമിനിയൻ്റെ കൂടെ ചേർന്നിട്ട് ഈ യുദ്ധത്തിൽ പങ്കുചേരുന്നുണ്ട്. പക്ഷേ ഇയാളെ അവിടുന്ന് എക്സ്പെൽ ചെയ്തതാണ്. ഇയാളിപ്പോൾ അവരുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇയാളിപ്പോൾ സ്റ്റാർ ഫ്ലീറ്റിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ഇയാളങ്ങനത്തെ കുറേ ടെക്നോളജിക്കലായിട്ടുള്ള അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ ഇയാളുടെ അടുത്തേക്കാണ് സിസ്കോ വരുന്നത്. എങ്ങനെയെങ്കിലും എവിഡൻസ് എവിടുന്ന് വരണം, കർഡാഷ്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലുള്ളൊരു സ്ഥലമാണ് കർഡാഷ്യൻ പ്രൈം എന്ന് പറയുന്നത്. അവിടെയാണ് ഇവർ ഈ യുദ്ധതന്ത്രങ്ങൾ, അവരുടെ സ്ട്രാറ്റജീസ്, അവരുടെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ ഒക്കെ വെക്കുന്ന സ്ഥലം. ഇപ്പോൾ നമുക്ക് അവെഞ്ചേഴ്സിൽ സ്റ്റാർക്കിൻ്റെ അയൺമാൻ്റെ ഒരു ടവറൊക്കെ ഉണ്ടല്ലോ, അതേപോലെ. അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും ഈ കർഡാഷ്യൻ പ്രൈമിൽ ആക്സസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി. കാരണം ചിലപ്പോൾ ഇയാൾക്ക് പണ്ട് പരിചയം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എങ്ങനെയും ആരെങ്കിലും വഴി എന്തെങ്കിലും എവിഡൻസ് കളക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സിസ്കോ ഇയാളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇയാളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കാര്യം പറയും. അപ്പോൾ ഇയാൾ പറയും ഇത് കുറച്ച് റിസ്ക്കുള്ള സംഭവമാണ്, ചിലപ്പോൾ ഇയാളുടെ എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ച് തീർക്കേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ ഇത് പറഞ്ഞതിന് ശേഷം സിസ്കോ തിരിച്ചു പോകും. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സിസ്കോനെ ഒരു ദിവസം രാത്രി ഇൻഫോം ചെയ്യുകയാണെന്ത്, വേറൊരു പ്ലാനറ്റിനെ പൂർണ്ണമായിട്ടും ഡൊമിനിയൻ കീഴടക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കൂടെ കേട്ടപ്പോൾ ഇവർ അലാംഡായി. കാരണം അപ്പോൾ പിന്നെ അവർ കൂടുതൽ കാരണം അവരൊരിക്കലും എത്തിപ്പെടില്ല എന്ന് കരുതിയ ഒരു സ്ഥലമാണ് അവരിപ്പോൾ കീഴടക്കിയത്. അപ്പോൾ വീണ്ടും സിസ്കോ അലാംഡായി. സിസ്കോ വീണ്ടും ഗാരക്കിനെ കാണാൻ പോയി. അങ്ങനെ ഗാരക്കിനെ കാണാൻ പോയപ്പോൾ ഗാരക്ക് പറഞ്ഞൊരു കാര്യം, ഗാരക്ക് അവിടുത്തെ അവന് പണ്ട് പരിചയം ഉണ്ടായിരുന്ന ആൾക്കാരെ 2-3 പേരെ വിളിച്ചു. ഈ വിളിച്ചവരൊക്കെ ഇവൻ വിളിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊല്ലപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവരുടെയൊക്കെ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി അത്രയും സ്ട്രോങ് ആണ്. കാരണം അവരെ കൊല്ലുക ചെയ്തത്, ജയിലിടുകയൊന്നും അല്ല ചെയ്തത്, കൊന്നുകളയുക ചെയ്തത്. അപ്പോൾ ഗാരക്ക് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ കർഡാഷ്യൻ പ്രൈമിൽ നിന്ന് ഒരു എവിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമായിരിക്കില്ല.
അപ്പോൾ അവൻ പറഞ്ഞ വേറൊരു വിദ്യ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിഡൻസ് അവിടെ നിന്ന് കൊണ്ടുവരല്ല, എവിഡൻസ് നമ്മൾ ഫോർജ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതായത് റോമുലൻസിന് തോന്നണം എന്ത്, ഡൊമിനിയൻസ് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ എന്താ പറയുന്ന ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക ഒരു കോൺഫറൻസ് നടക്കുക അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നതിൻ്റെ എന്താ പറയുന്നത് വീഡിയോ പോലെ ടേപ്പ് പോലെ നമ്മൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് റോമുലൻസിൻ്റെ ഈ ഇവരുടെയൊക്കെ എന്താ പറയുന്നത് ഹെഡായിട്ട് സെനേറ്ററായിട്ടിരിക്കുന്ന ഒരാളുണ്ട്, വ്രീനാക്ക് എന്ന് പറഞ്ഞിട്ട്. അയാൾ 2-3 ദിവസത്തിനുള്ളിൽ ഇതിലേ വരും. ആ സമയത്ത് നമുക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയിട്ട് അയാളെ കാണിക്കാം. അയാളെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ കംപ്ലീറ്റ് റോമുലൻസിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഗാരക്ക് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, സിസ്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഫോർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടെക്നോളജിക്കലായിട്ടുള്ള കുറേ ടേംസൊക്കെ പറയുന്നുണ്ട്. അത് മുഴുവനൊന്നും നോക്കണം എന്നില്ല, കാരണം അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. 2 കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആയത് നോക്കിയാൽ മതി. ഒന്നെന്ന് പറയുന്നത് ഡാറ്റ റോഡാണ്. ഡാറ്റ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെമ്മറി കാർഡ് USB പോലെ അവർ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഡാറ്റ റോഡ്. അപ്പോൾ ഗാരക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡാറ്റ റോഡ് ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതായത് കർഡാഷ്യൻസിൻ്റെ കയ്യിലുള്ള പോലത്തെ ഒരു ഡാറ്റ റോഡ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അത് ആക്ച്വലി ഇമ്പോസിബിളാണ്, കാരണം അത് അത്രയും ഫൈനായിട്ടുള്ള ടെക്നോളജിയാണ്. എന്നിട്ട് ആ ഡാറ്റ റോഡിൽ ഒരു ഹോളോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളോഗ്രഫി എന്ന് പറയുന്നത് 3D ആയിട്ട് നമ്മൾ വെർച്വലി ആൾക്കാരെ ഹോളോഗ്രാം എന്താണെന്നറിയാമല്ലോ. ഇപ്പം ഈ അവഞ്ചേഴ്സൊക്കെ കണ്ടുള്ളവർക്കറിയാം, അവരിങ്ങനെ മീറ്റിംഗ് വിളിക്കുന്നത്, ഈ കൗൺസിലൊക്കെ മീറ്റിങ്ങിന് വരുന്നത് നമുക്ക് അവർ 3Dയിൽ കാണുന്ന പോലെയല്ലേ, അതാണ് ഹോളോ റെക്കോർഡിങ്. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത് ഈ ഡൊമിനിയൻസിൻ്റെ ആൾക്കാർ ഇരുന്നിട്ട് ഇവർക്കെതിരെ റോമുലൻസിനെതിരെ ഗൂഢാലോചന നടത്തുന്ന തരത്തിൽ ഒരു ഹോളോ റെക്കോർഡിംഗ് ഉണ്ടാക്കി അതിങ്ങനെ ഒരു ഡാറ്റ റോഡിൽ, അതായത് കർഡാഷ്യൻസിൻ്റെ ഒരു ഡാറ്റ റോഡിൽ എന്താ പറയുന്നത് സ്റ്റോർ ചെയ്തിട്ട് അവരെ കാണിക്കാം എന്നാണ് ഗാരക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ എന്താ പറയുന്നത് വേണം. അയാളിപ്പോൾ ഉള്ളത് എന്താ പറയുന്നത് ജയിലിലാണ്. ഇവരുടെ വേറൊരു ഇതേപോലെയുള്ള ഒരു ഏലിയൻ ടീമിൻ്റെ എന്താ പറയുക അവിടുത്തെ ജയിലിലാണുള്ളത്. അപ്പോൾ അയാളെ ഒന്ന് റിലീസ് ചെയ്ത് കിട്ടണം, അയാൾക്കിത് ചെയ്യാൻ പറ്റുമെന്നാണ് ഗാരക്ക് സിസ്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അയാളുടെ പേരാണ് ടോളർന്ന്. ഓക്കെ, ഞാൻ ക്യാരക്ടേഴ്സിൻ്റെ നെയിമെല്ലാം ഇതിൽ കൊടുത്തേക്കാം, അത് ഓർത്ത് പേടിക്കണ്ട. ഫുൾ നെയിമുകൾ ഓർത്ത് വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ലാസ്റ്റ് നെയിം മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ടോളറിൻ്റെ എന്താ പറയുന്നത് ടോളറിനെ ഇവർ കൊണ്ടുവരും. പക്ഷേ ടോളർ എന്താണെന്ന് വെച്ചാൽ ടോളർ ഇവിടെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ടോളർ ഒരു സ്ഥലത്ത് പോയിട്ട് എന്താ പറയുന്നത് അവിടെ ഈ സ്പേസ് സ്റ്റേഷനിൽ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ മദ്യപിച്ചിട്ട് പ്രശ്നമാക്കും. അപ്പോൾ ആ മദ്യപിച്ചിട്ട് പ്രശ്നമാക്കിയ സമയത്ത് അവർ എന്താ പറയുക പോലീസ് കേസാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സിസ്കോയുടെ അടുത്ത് ബ്രൈബ് ചോദിക്കും, കൈക്കൂലി ചോദിക്കും. അപ്പോൾ കൈക്കൂലിയായിട്ട് എന്താ ചോദിക്കുന്നത്, 5 ബാർസ് ഓഫ് ഗോൾഡ് പ്രസ്ഡ് ലാറ്റിനം. അത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അപ്പോൾ നമുക്ക് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ആ സമയത്ത് എന്താ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് ലാറ്റിനം. അപ്പോൾ അതാണ് ചോദിക്കുക. അപ്പോൾ അത് ശരിയാക്കി കൊടുക്കാമെന്ന് ആര് പറയും, സിസ്കോ പറയും. ബ്രൈബായിട്ട് അയാൾ വേറൊരു കാര്യം കൂടെ ചോദിക്കും. അയാൾക്ക് വന്ന കുറച്ച് സാധനങ്ങൾ ഇവരുടെ എന്താ പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ കസ്റ്റംസ് തടഞ്ഞു വെക്കുന്ന പോലെ അവരവിടുത്തെ എന്താ പറയുന്നത് ഉദ്യോഗസ്ഥർ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ആളുടെ കുറച്ച് ഗുഡ്സ് അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ റിലീസ് ചെയ്ത് തരണമെന്ന് സിസ്കോൻ്റെ അടുത്ത് പറയും. സിസ്കോ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് സിസ്കോ സമ്മതിക്കും, കാരണം കാര്യം നടക്കണ്ടേ. പിന്നെ അടുത്തത് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഗാരക്ക് പോയിട്ട് ഈ ഒരു ഡാറ്റ റോഡ് കിട്ടണമല്ലോ, അതായത് കർഡാഷ്യൻസിൻ്റെ ഒറിജിനൽ ഒരു ഡാറ്റ റോഡ് കിട്ടണം, അല്ലെങ്കിൽ വ്രീനക്ക് വിശ്വസിക്കില്ല. വ്രീനക്ക് ആരാ, നേരത്തെ റോമുലൻസിൻ്റെ സെനേറ്റർ ഇതുവഴി വരും, അയാളാണ് കൺവിൻസ് ചെയ്യിക്കേണ്ടത് ഇവർ യുദ്ധം ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ കർഡാഷ്യൻ പ്രൈമിൻ്റെ ഒറിജിനൽ ഡാറ്റ റോഡിലല്ല ഈ റെക്കോർഡിങ് സ്റ്റോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. അപ്പോൾ പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം സിസ്കോ ഗാരക്കിൻ്റെ അടുത്ത് പറയുന്നത്, ഞാനൊരു ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു സെല്ലറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ അയാൾക്ക് എന്താ പറയുന്നത് അയാൾക്കും വേണം കൈക്കൂലി. അപ്പോൾ എന്താ കൈക്കൂലി വേണ്ടത്,
അയാൾക്ക് ഈ സാധനം തരുന്നതിന് പകരമായിട്ട് അയാൾക്ക് വേണ്ടത് ബയോമിമെറ്റിക് ജെല്ലെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. അത് ആ സമയത്ത് അവരുടെ അവിടെയുള്ള ഭയങ്കര ഡേഞ്ചറസും എക്സ്പെൻസീവും ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസാണ്. അതിങ്ങനെ ഈ ജനറ്റിക് ബയോളജിക്കൽ എന്താ പറയുന്നത് കാര്യങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതൊരു വെപ്പണായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ സിസ്കോ പറഞ്ഞു ഇല്ല, അത് നടക്കില്ല, കാരണം അത് അത്രയും എന്താ പറയുന്നത് ഹൈലി എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ അത് അത്രയും കെയർഫുള്ളായിട്ടേ കൈകാര്യം ചെയ്യുള്ളൂ, അയാൾക്ക് അതിനുള്ള ആക്സസ് കുറവാണ്. അപ്പം ഗാരക്ക് പറയും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം നടക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുമെന്ന് പറയും. അപ്പോൾ സിസ്കോ എന്ത് ചെയ്യും, സിസ്കോ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ഡോക്ടർ ബഷീർ എന്ന് പറഞ്ഞില്ലേ, ഞാൻ മെഡിക്കൽ ഓഫീസറാണെന്ന് പറഞ്ഞില്ലേ, പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇത്രയും സാധനം ഈ ബയോമിമെറ്റിക് ജെല്ല് വേണമെന്ന് പറയും. അപ്പോൾ ബഷീർ പറയാൻ പറ്റില്ല, കാരണം ഇത് എന്താ കാര്യം എന്തിനാണെന്നൊന്നും അറിയാതെ ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ സിസ്കോ പറയും ഇല്ല, എൻ്റെ റെസ്പോൺസിബിലിറ്റി തരണം എന്ന് പറയും. അപ്പോൾ പിന്നെയും ബഷീർ പറയും എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഇത് എന്താ പറയുക റെക്കോർഡ് ചെയ്യാതെയൊന്നും, അതായത് ഇവർക്ക് എന്താ പറയുക ഇപ്പം നമ്മൾ റെസിപ്റ്റ് എഴുതുന്ന പോലെ ഇത് ബുക്കിൽ എൻ്റർ ചെയ്യാതെ ഒന്നും ഇത് തരാൻ പറ്റില്ല, കാരണം അത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് ബയോ വെപ്പണായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തരില്ല എന്ന് പറയും. പിന്നെ ലാസ്റ്റ് ഇയാൾ എന്താ പറയുന്നത് ഒരു നിവൃത്തിയില്ലാതെ സിസ്കോ ഡയറക്റ്റ് ഓർഡറൊക്കെ കൊടുത്തിട്ട് ബഷീർ ഇഷ്ടമല്ലാതെ ദേഷ്യം വന്നിട്ടാണെങ്കിൽ ഇത് സാധനം കൊടുക്കും. പിന്നെ അവസാനം പിന്നെ ഇവർ എന്ത് ചെയ്യുക, ഇത് ഉണ്ടാക്കാനുള്ള പണിക്ക് നോക്കുകയായി. അങ്ങനെ ഇവർ എന്താ പറയുന്നത് ഗരക്കും അതുപോലെ ടോളറും കൂടി ഇരുന്നിട്ട് ഈ സാധനമൊക്കെ ഉണ്ടാക്കും. ലാസ്റ്റ് ഈ വ്രീനക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെനേറ്റർ അവിടെ വരും. അപ്പോൾ അവരവിടെ വരുന്ന സമയത്ത് ഇയാളൊരു ഷട്ടിലാണ് വരിക, സ്പേസ് ഷട്ടിലുണ്ടല്ലോ, സ്പേസ് ഷട്ടിലാണ് വരിക. അപ്പോൾ ഇയാൾ സ്പേസ് ഷട്ടിൽ വന്നിട്ട് ഇവിടെ സ്പേസ് സ്റ്റേഷനിൽ വരും, എന്താ പറയുന്നത് സിസ്കോയും ഇയാളും കൂടിയുള്ള മീറ്റിംഗ് ആവും. അപ്പോൾ ഇതേ സമയം ഗാരക്ക് ഇയാളുടെ സ്പേസ് ഷട്ടിലിൽ കയറി നോക്കും, അവിടെ നിന്ന് എന്തെങ്കിലും ഇവർക്ക് ഉപകാരമുള്ള സാധനം കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട്. അതേസമയം ഇവിടെ സിസ്കോ ഇയാൾക്ക് ഈ ഡാറ്റ റൂട്ട് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ സംഭവമുണ്ട്, എന്താ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഡൊമിനിയൻസ് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വരും, അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് പറയും. പക്ഷേ ഈ റീനക്കിന് ഇത് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും ഇത് ഇവർ ഫോർജ് ചെയ്തതാണ്, ഇത് ഒറിജിനലല്ല എന്നുള്ളത്. അപ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇയാൾ പറയും ഞാനിത് എന്തായാലും എല്ലാവരെയും അറിയിക്കും, നിങ്ങൾ ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് പോരും. ഇയാൾ അവിടെ നിന്ന് പോകുന്നിട്ട് ഇയാളുടെ സ്പേസ് ഷട്ടിൽ കയറിയിട്ട് പോകും. പക്ഷേ ഇയാൾ സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗാരക്ക് അതിനകത്ത് കയറിയിട്ടുണ്ടായെന്ന് പറഞ്ഞില്ലേ, കയറിയത് അതിനകത്ത് ബോംബ് വെക്കാനാണ്. കാരണം എന്താ വെച്ചാൽ ഗാരക്കിനെ അറിയായിരുന്നു ഇയാൾ ഇത് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോർജ് ചെയ്യാൻ എളുപ്പമല്ല, ഓക്കെ, കാരണം ഇത് അത്രയും ഫൈൻ ടെക്നോളജിയാണ്. ഇത് ഫോർജ് ചെയ്തെടുക്കാൻ എന്നുള്ളത് അത് ആർക്കും മനസ്സിലാവാതെ അത് ഫോർജ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ അതിനൊരു ബാക്കപ്പ് പ്ലാനായിട്ടാണ് ഗാരക്ക് അവിടെ അതിൽ കൊണ്ടുപോയിട്ട് ബോംബ് വെച്ചത്. അപ്പം ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സിസ്കോ തൻ്റെ ലോഗിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്കൊന്ന് അയാൾക്ക് ഉള്ളിലൊരു ഗിൽട്ട്, ഒരു കുറ്റബോധമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇത് ലോഗിൽ ആരോടെങ്കിലും പറയണമല്ലോ, വേറെ ആരോടും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് കമ്പ്യൂട്ടറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അയാൾ ഇങ്ങനെ 2-3 തവണ ഇടയിൽ പറയുന്നുണ്ട് ഓരോ തവണ ഓരോന്ന് സംഭവിക്കുമ്പോഴും. ഇപ്പോൾ ആദ്യത്തെ തവണ കൈക്കൂലി ചോദിച്ചു, ആ സമയത്തും എനിക്കിങ്ങനെ തോന്നിയിരുന്നു എനിക്കിപ്പോൾ നിർത്താൻ വേണമെങ്കിൽ, എനിക്കിപ്പോൾ വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ നിന്ന് ബാക്കിൽ പോവാം എന്നുള്ളത്. പിന്നെ 2ാം തവണ മറ്റേ ബയോമിമെറ്റിക് ജെല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അയാൾ പറഞ്ഞു ഇപ്പോഴെങ്കിലും നിർത്തണമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ സാധിച്ചില്ല. അങ്ങനെ ആ റോബിൻ സ്ലെറ്റർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് ഇവർ അറിയുന്ന വിവരം. അപ്പോൾ ഇത് കേട്ട മതി എന്താ പറയുന്നത് ഗാരക്കനെ അന്വേഷിച്ചിട്ട് സിസ്കോ ചെല്ലും. അങ്ങനെ സിസ്കോ ചെന്നിട്ട് ചോദിക്കും എങ്ങനെ നിനക്ക് അയാളെ കൊല്ലാൻ സാധിച്ചത്, നീ എന്തിനാ അയാളെ കൊന്നേ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ എന്താ പറയുക ഗാരക്ക് പറയും എനിക്കറിയായിരുന്നു ടോളറിന് ഇത്രയും ചെയ്യാനുള്ള എന്താ പറയുന്നത് കഴിവ് അവനില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പം സിസ്കോ ചോദിക്കും അപ്പോൾ ടോളർ എവിടെ, നീ ടോളറിനെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ ഗാരക്ക് പറയും അതെ ടോളറിനെ ഞാൻ കൊന്നു. അപ്പോൾ ഗാരക്ക് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കുറ്റബോധമുണ്ട്, പക്ഷേ നമ്മളെ 2 പേരുടെയും കുറ്റബോധത്തിനേക്കാളും ഈ ഒരു എന്താ പറയുന്നത് ടോളർ എന്ന് പറയുന്നത് ജയിലിൽ കിടന്നിരുന്ന ആളാണല്ലോ, അപ്പോൾ ഒരു ക്രിമിനലിനെയും ഇത്രയും ആളുകൾ ബുദ്ധിമുട്ടിലായിട്ടും അതിനുവേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു സെനേറ്ററിനെയും, അതായത് ഒരു അൺസിമ്പത്തറ്റിക് ആയിട്ടുള്ള സെനേറ്ററിൻ്റെയും ജീവൻ പോയാലും അതിനേക്കാൾ വലിയൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്താലും കുഴപ്പമില്ല
എന്നുള്ളതാണ് ഗാരക്ക് ആരുടെ അടുത്ത് പറയുന്നത്, സിസ്കോയുടെ അടുത്ത് പറയുന്നത്. അപ്പോഴാണ് സിസ്കോയ്ക്കും മനസ്സിലാവുന്നത്, ഓക്കെ ഇവർ വലിയൊരു കോസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ഈ ജീവൻ നഷ്ടപ്പെട്ടവർ ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അത്രയും വിലയില്ല അവർക്ക് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് സിസ്കോയ്ക്ക്. അപ്പോൾ മാത്രമല്ല ഗാരക്ക് സിസ്കോയുടെ അടുത്ത് പറയുന്നത്, ഇപ്പം എന്തായാലും റോമുലൻസ് വാറിൽ എൻട്രി ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്രീനക്ക് ഈ സ്പേസ് സ്റ്റേഷനിൽ വന്നത് റോമുലൻസിന് അറിയില്ല. അയാൾ വേറെ എവിടെയോ പോകുന്ന വഴിക്കാണ് ഇവിടെ വന്നത്. അപ്പം എന്നിട്ട് ഇവിടുന്ന് തിരിച്ച് പോയിട്ട് ആ പോകുന്ന വഴിയിലാണ് ഇയാളുടെ സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ സ്പേസ് ഷട്ടിൽ അവർ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പം അതിനകത്ത് നിന്ന് ഈ ഡാറ്റ റോഡ് അവർക്ക് കിട്ടും. സോ ഡാറ്റ റോഡ് ആക്ച്വലി കർഡാഷ്യൻ പ്രൈമിൻ്റെ ഡാറ്റ റോഡാണ്. അപ്പോൾ അതിനകത്ത് നോക്കുന്ന സമയത്ത് ഡൊമിനിയൻസിൻ്റെ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്നത് ആളുകൾ റോമുലൻസിനെതിരെ യുദ്ധത്തിന് പ്ലാൻ ചെയ്യുന്നത് അവർക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇത് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഇത് ഒറിജിനലാണോ അല്ലേ എന്നുള്ളതൊന്നും വ്യക്തമായിട്ട് ഇവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി എന്താണ് കരുതുക, അറിയിക്കാൻ വന്ന ഈ റീനക്കിനെ ഡൊമിനൻസ് തന്നെ കൊന്നതാണെന്നേ റോമുലൻസ് വിചാരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിശ്വസിച്ചിട്ട് അവർ യുദ്ധത്തിൽ പങ്കുചേരും, ഡൊമിനൻസിനെതിരെ യുദ്ധം ചെയ്യുമെന്നാണ് ഗാരക്ക് സിസ്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഗാരക്ക് പറഞ്ഞ പോലെ തന്നെ ഡൊമിനൻസിനെതിരെ വാറിൽ ഫെഡറേഷനെ ജോയിൻ ചെയ്തു. ഫെഡറേഷൻ്റെ ഒപ്പം റോമുലൻസ് നിന്നു ആർക്കെതിരെ യുദ്ധം ചെയ്യാൻ, ഡൊമിനൻസിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ആ സമയം കൊണ്ട് തന്നെ ഈ കർഡാഷ്യൻ ബോർഡറുള്ള ഏതാണ്ട് 15 ബേസുകൾ ഇവർ ഓൾറെഡി എന്താ പറയുന്നത് കീഴടക്കി കഴിഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര വലിയ വിജയമാണ്. അപ്പോൾ ഇത് എന്ത് പറഞ്ഞിട്ടാണ് ഈ ലോകം നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നുണ പറഞ്ഞു, ഞാൻ ചതിച്ചു, ഞാൻ ആളുകളെ കൈക്കൂലി കൊടുത്ത് വരുതിയിലാക്കി, ഞാൻ എന്താ പറയുന്നത് കൊലപാതകത്തിന് കൂട്ടുനിന്നു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം ഉള്ളിൽ വെച്ച് എനിക്ക് ജീവിക്കാൻ പറ്റും. മാത്രമല്ല ഇതൊക്കെ ഇനിയും ചെയ്യേണ്ടി വന്നാൽ ഞാൻ ഇത് തന്നെ ചെയ്യും. കാരണം ഈ ഒരു സ്ഥലത്തിൻ്റെ എന്താ പറയുന്നത് ഈ സ്പേസിനെ അവർ പറയുന്നത് ആൽഫ ക്വാഡ്രൻ്റ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി എന്താ പറയുന്നത് ഈ ഒരു സേഫ്റ്റിയൊക്കെ വലുതല്ല ഇപ്പോൾ എൻ്റെ ഈ ഒരു കുറ്റബോധം എന്നാണ് പറയുന്നത്, സിസ്കോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ച് ജീവിക്കും, എനിക്കത് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ്. എന്നിട്ട് ലാസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് പറയുന്നത് ഈ മൊത്തം പേഴ്സണൽ ലോകം അങ്ങ് മായ്ച്ച് കളഞ്ഞേക്കാൻ പറയും, ഇത്രയും അങ്ങോട്ട് പറഞ്ഞു നിർത്തിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിസ്കോയ്ക്ക് അതൊന്ന് ആരോടെങ്കിലും ഈ കാര്യങ്ങളെല്ലാം പറയണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, ഇതൊരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ പോലും ആ ഗിൽട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഇത്രയും ആളുകളുടെ സേഫ്റ്റിയൊക്കെ വലുതല്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ എന്താ പറയുന്നത് ആ പേഴ്സണൽ ലോഗ് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് കമ്പ്യൂട്ടറിനോട് പറയും അത് ഡിലീറ്റ് ചെയ്തേക്കാൻ പറയും. ഇത് ഒരു 45 മിനിറ്റിൻ്റെ എപ്പിസോഡാണ്. കുറേയധികം ഡീറ്റെയിൽസും കുറേയധികം ക്യാരക്ടേഴ്സും വന്നു പോകുന്നുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേരും കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും ഞാൻ നോട്ട്സിൽ ഇട്ടേക്കാം. ഈ പേപ്പർ മൊത്തം ഇപ്പോൾ ഏതാണ് നമ്മൾ കവർ ചെയ്യാറായിട്ടുണ്ട്. ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് എന്താ പറയുന്നത് സമ്മറി എങ്കിലും കേട്ടിട്ട് എക്സാമിന് പോകാൻ നോക്കുക.